പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇന്ന് നടന്ന ആനുവൽ ഇവാലുവേഷൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രഹെൻഷനാണ്. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. താഴെയുള്ള പോയം വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ദ സൺ ഷൈൻസ്. The sunshine എന്നാണ് ഹെഡിങ്. The sun shine bright in the morning sky and warms the earth as it passes by. Its rays bring light to the world outside and fill our hearts with joy and pride. The sun warm touch make the flowers bloom and bring new life to the earth's seeds room. So let's go out and enjoy the day and glow in the sunshine happy ray. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹൗ ഡസ് ദ സൺഷൈൻ ഇൻ ദ മോർണിംഗ് സ്കൈ? മോർണിംഗ് സ്കൈയിൽ സൺഷൈൻ എങ്ങനെയാണ്? ഹൗ ഡസ് ദ സൺഷൈൻ ബ്രൈറ്റ് ഇൻ ദ മോർണിംഗ് സ്കൈ? അപ്പം എങ്ങനെയാണ്? ബ്രൈറ്റ്ലി. എങ്ങനെയാണ്? ബ്രൈറ്റ്ലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the sun warm touch make the flowers. The sun's warm touch make the flowers bloom. അപ്പോൾ ഏതാണ് ആൻസർ? bloom. തേർഡ് ക്വസ്റ്റ്യൻ, who warms the earth as it passes by? ഇതിനകത്ത് ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? സണ്ണിനെ കുറിച്ചാണ്. അപ്പം അല്ലേ? അപ്പോൾ ഏതാണ്? സൺ. സി ആണ് ശരിയായ ഉത്തരം. The poem says we should dash on a sunny day. എന്നാൽ സണ്ണി ഡേയിലാണ് എന്ത്? ഗോ ഔട്ട് അല്ലേ? വി ഷുഡ് ഗോ ഔട്ട് ഓൺ എ സണ്ണി ഡേ. സണ്ണി ഡേ ആണ് നമ്മൾ എന്ത് ചെയ്യുക? പുറത്തൊക്കെ പോവുക അല്ലേ? വാട്ട് ഡസ് ദ സൺ ബ്രിങ് ടു ദ എർത്ത്? എന്താണ്? വാംത്ത് ആൻഡ് ലൈറ്റ്. ഇതാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2 പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെക്കുറിച്ചാണ്? കൽപ്പന ചൗള. അവരുടെ ബർത്ത്, എന്നാണ് അവർ ജനിച്ചത്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ പേരൻസിൻ്റെ പേര്, കരിയർ, അവാർഡുകൾ, സ്പേസ് മിഷന്, ഡെത്ത്, പിന്നെ അവർ ഫസ്റ്റ് വുമൺ ഗോ ടു സ്പേസ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊഫൈൽ എങ്ങനെ എഴുതാം? ആദ്യം അവരുടെ പേര് എഴുതണം. കൽപ്പന ചൗള. Kalpana Chawla was the first space woman of India. She was born in Karnal on 17 March 1962. She was an aerospace engineer and astronaut at NASA. Kalpana was the first Indian woman to go to space. She was an intelligent and bright student. She had done bachelor degree in aeronautical engineering at Punjab Engineering College. Kalpana Chawla went to her first space mission 1997. She went in a shuttle and its name was Columbia Flight. She got a Congressional Space Medal, NASA Distinguished Service Medal, NASA Space Flight Medal. She died on February 1, 2003. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ഹിൻറ്റുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് എന്ത് എഴുതുക? പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ആക്ടിവിറ്റി ഡയറി എഴുതാനാണ്. പാറു വാസ് വെരി ഹാപ്പി ടു വിസിറ്റ് ദ പാഡി ഫീൽഡ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ഷീ എൻജോയ് ദ വാം ബ്രീസ് ഇൻ ദ ഫീൽഡ് ഓഫ് ജോയിൻ ദ ഫാമേഴ്സ് ഇൻ ദെയർ വർക്ക്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ ഹെർ. ഷീ റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് പാറു. അപ്പോൾ പാറുവിൻ്റെ ഡയറി എഴുതാനാണ്. ഫീൽഡിൽ പോയത്, പാടത്ത് പോയതിനെ കുറിച്ചുള്ള അവളുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഇതിലുള്ള കാര്യങ്ങൾ വച്ചിട്ട് തന്നെ ഡയറി എഴുതാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാറു വാസ് വെരി ഹാപ്പി എന്ന് പറയണം. അപ്പോൾ എന്താണ്? ഐ എം വെരി ഹാപ്പി ടു വിസിറ്റ് ദ പാഡി ഫീൽഡ് വിത്ത് മൈ ഹെർ എന്ന് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? മൈ ഗ്രാൻഡ് മദർ. ഷീ മാറ്റിയിട്ട് എന്താണ്? ഐ എൻജോയ് ദ വാം ബ്രീസ് ഇൻ ദ ഫീൽഡ് ആൻഡ് ജോയിൻ ദ ഫാമേഴ്സ് ഇൻ ദ വർക്ക്. ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ ഡേ ഫോർ ഹെറിന് പകരം മീ ചേർത്തിട്ടൊക്കെ എഴുതാം. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ എങ്ങനെയാണ്? ഡേറ്റും ഡേയും ഇട്ടേക്കണം. എന്നിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ടുഡേ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷമാണല്ലോ എനിക്ക്. ബിക്കോസ് ഐ വിസിറ്റഡ് ദ പാഡി ഫീൽഡ് വിത്ത് മൈ ഗ്രാൻഡ് മദർ ആൻഡ് എൻജോയ് ദ വാം ബ്രീസ് ഇൻ ദ ഫീൽഡ് ആൻഡ് ജോയിൻ ദ ഫാമേഴ്സ് ഇൻ ദയർ വർക്ക്. ഞാൻ അവരുടെ കൂടെ അവരുടെ ജോലികളൊക്കെ ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ മീ. ഐ റിയലി എൻജോയ്ഡ് ടുഡേ. ഇറ്റ്സ് വെരി ഹാപ്പി ഡേ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ അതെല്ലാം വെച്ചിട്ട് ഡയറി എഴുതാം. ഇനി
നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. നോട്ടീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് എന്തിനെ കുറിച്ചാണെന്ന് നോക്കാം. യുവർ സ്കൂൾ ഡിസൈഡ് ടു എ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ്. ദ ഇനാഗുറൽ ഫംഗ്ഷൻ വാസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഓൺ April 1, 2025. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്കൂളിൽ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ദിവസം എന്തുണ്ട്, ഇനാഗുറൽ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം, നോട്ടീസ് എഴുതുക, എവിടെ നടക്കുന്ന XYZ സ്കൂളിൻ്റെ പേര് എഴുതുക, ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് ആണല്ലേ. അപ്പോൾ ഡിയർ സ്റ്റുഡൻറ്റ്, വി ഹാവ് ഡിസൈഡ് ടു കണ്ടക്ട് എ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് ഇൻ അവർ സ്കൂൾ. The inaugural function was scheduled to be held on എന്നാണ് April 2025. ഓൾ ആർ ഇൻവൈറ്റഡ്. എല്ലാവർക്കും സ്വാഗതം എന്നും പറഞ്ഞിട്ട് എഴുതുക. ഡേറ്റ്, ടൈം, വെന്യൂ, സ്ഥലം ഒക്കെ എഴുതുക. പ്രോഗ്രാം, നമുക്ക് പ്രോഗ്രാം തന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രോഗ്രാംസ് ആണ്? വെൽക്കം സ്പീച്ച്, ഇനാഗുറൽ സ്പീച്ച്, ഫെസിലിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് എഴുതുക. അതിനകത്ത് ആരുടെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് എഴുതാം. വെൽക്കം സ്പീച്ച് ആരാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഗസ്റ്റ് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 എന്താണ്? ദ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറഞ്ഞാൽ ഇതിലെ മിഖായലിൻ്റെയും അവൻ്റെ അമ്മയും തമ്മിൽ. അവന് മിഖായൽ ലോസ് ദ ഗെയിം. അവൻ ഗെയിമിൽ തോറ്റിട്ട് ബിക്കെയിം സാഡ്. അവന് സങ്കടമായിട്ട് വന്നിരിക്കണം. ഗെയിം നഷ്ടപ്പെട്ടിട്ട് അവൻ മിഖായൽ ലോസ് ദ ഗെയിം ആൻഡ് ബിക്കെയിം സാഡ്. അവൻ അതിൽ വിഷമത്തിൽ വന്നിരിക്കുന്നു. ഹിസ് സോ സാഡ് സൈലൻറ്റ് ആൻഡ് ഹിസ് ഹോം. അവനങ്ങനെ ഇങ്ങനെ വിഷമിച്ച് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പം മിഖായൽസ് മദർ വന്നിട്ട് അവനോട് സംസാരിക്കുന്ന കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുപോലൊരു കോൺവെർസേഷൻ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തായിരുന്നു. പക്ഷെ മദറിന് പകരം ഡാഡായിരുന്നു എന്ന് മാത്രം. അപ്പം മദർ എന്താ പറയണേ? മിഖായൽ, യു ലുക്ക് സോ സാഡ് അല്ലേ, യു ലുക്ക് സാഡ്, വാട്ട് ഹാപ്പൻ യു, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ മിഖായൽ പറയേണ്ടത്? അവന് എന്താ സംഭവിച്ചത്? മിഖായൽ ലോസ് ദ ഗെയിം എന്നല്ലേ. അപ്പം അത് തന്നെ നമുക്ക് എഴുതാൻ. എന്താണ് ഐ ലോസ് ദ ഗെയിം, ഞാൻ എന്താണ് ഗെയിമിൽ ലോസ് ചെയ്തു അല്ലേ. അപ്പം മദർ ഹൗ എങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അപ്പം മിഖായൽ എന്താണ്, മാം ഐ തോട്ട്, ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇഫ് ഐ വെർ ടോൾഡ് ഐ കുഡ് പ്ലേ ബെറ്റർ ആൻഡ് ഹാവ് അവർ ടീം വിൻ. ഞാൻ വലുതായിരുന്നെങ്കിൽ എന്താണ്, എനിക്ക് എൻ്റെ ടീമിനെ വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുവാണ് എന്നൊക്കെ പറയണം. അപ്പം മദർ എന്താ പറയണേ? അതിന് എന്താ പ്രശ്നം, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയണേ? അവനെ അമ്മ എന്തായിരിക്കും പറയണേ? എന്താണ് നീ വറി ചെയ്യണ്ട അല്ലേ, ടോളർ ആവുക എന്നുള്ള, ബീങ് ടോളർ മൈറ്റ് ഹെൽപ്പ് മീ ലിറ്റിൽ. ടോളർ ആവുക എന്നുള്ളത് എന്താണ്, നമ്മളെ കുറച്ച് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബട്ട് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ വാട്ട് റിയലി കൗണ്ട് ഇല്ലേ. പ്രാക്ടീസും ഡിറ്റർമിനേഷനുമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പം മിഖായൽ എന്തായിരിക്കും പറയണേ? ഈ പ്രാക്ടീസിലൂടെ ബട്ട് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഇറ്റ്സ് വർക്കിംഗ്. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് എബൌട്ട് ദ ഹൈറ്റ്, ഇറ്റ്സ് എബൌട്ട് യുവർ സ്കിൽസ് ആൻഡ് ഹെർട്ട്. ഇത് ഹൈറ്റിലല്ല, ഇറ്റ്സ് എബൌട്ട് യുവർ സ്കിൽസ് ആൻഡ് ഹെർട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് മമ്മി അവനെ ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി റീ അറേഞ്ച് ദ സ്റ്റോറി. ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റോറി റീ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഓർഡറിലാക്കി എഴുതുക നോക്കാം നമുക്ക്. ആദ്യം എന്താ പറയുന്നത്? ആദ്യം ദ കിഡ്സ് ഫെഡ് ദ ആനിമൽസ് ആൻഡ് കളക്ട് ഹേ ഫോർ കൗസ്. Bill invited Meg to visit his grandfather's farm. Bill distributed the bees and they chased the kids. Grandfather gave the jobs to peel corn and sow seed. The kids escaped by jumping into a stream and grandfather helped them. Grandfather warned the kids not to disturb the bees. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആദ്യം തന്നെ? Bill invited Meg to visit his grandfather ഫാം. ബില്ല് എന്ത് ചെയ്തു? മെഗിനെ അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഇനിയോ രണ്ടാമത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദർ ഫസ്റ്റ് വൺ ഇതാണ്. സെക്കൻഡ് വൺ എന്താണ്? ഗ്രാൻഡ് ഫാദർ ഗേവ് ദ ജോബ്സ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ് അല്ലേ. കോൺ പീൽ ചെയ്തിട്ട് ആ സീഡ്സ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദർ അവർക്ക് ജോലി കൊടുത്തു അല്ലേ. അടുത്തത് എന്തായിരിക്കും? ദ കിഡ്സ് എസ്കേപ്പ്. അടുത്ത എന്തായിരിക്കും? മൂന്നാമത്തെ
ദ കിഡ്സ് ഫെഡ് ദ ആനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹേ ഫോർ കൗസ്. ആനിമൽസിനെ ഫെഡ് ചെയ്തു, കിഡ്സ് ആനിമൽസിനെ ഫെഡ് ചെയ്തു. ആൻഡ് കളക്ട് ഹേ ഫോർ കൗസ്, കൗസിന് വേണ്ടിയിട്ടുള്ള ഹേയും കളക്ട് ചെയ്തു. മൂന്നാമത്തെ അതാണ്. നാലാമത്തെ ഏതായിരിക്കും? അപ്പോൾ ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇത്, തേർഡ് വൺ ഇത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. അടുത്ത ഫോർത്ത് വൺ എന്തായിരിക്കും? ഫോർത്ത് വൺ എന്തായിരിക്കും? ഗ്രാൻഡ് ഫാദർ വാണ്ട് ദ കിഡ്സ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ ബീസ്. ബീസിനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും പറഞ്ഞ് ഗ്രാൻഡ് ഫാദർ കുട്ടികളോട് പറയുന്നത് അല്ലേ? നാലാമത്തത്. അഞ്ചാമത്തെ എന്തായിരിക്കും? ബിൽ ഡിസ്ട്രിബ്യൂട്ട് ദ, ഇതാണ് ബിൽ ഡിസ്ട്രിബ്യൂട്ട് ദ ബീസ് ആൻഡ് ദ ചേസ് ദ കിഡ്സ്. ബിൽ എന്ത് ചെയ്തു? ബീസിനെ, തേനീച്ചകളെ എന്ത് ചെയ്തു? ഡിസ്റ്റർബ് ചെയ്യുകയും അവർ കിഡ്സിനെ ചേസ് ചെയ്ത് പുറകെ പോവുകയും ചെയ്തു അല്ലേ? തേനീച്ച കൊത്താനായിട്ട് പോയി. അടുത്തത് എന്തായിരിക്കും? ദ കിഡ്സ് എസ്കേപ്ഡ് ബൈ ജമ്പിങ് ഇൻ ടു സ്ട്രീം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്ഡ്. കുട്ടികൾ വെള്ളത്തിൽ ചാടി എന്ത് ചെയ്യുന്നു? രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, ഗ്രാൻഡ് ഫാദർ അവരെ രക്ഷിക്കുന്നു. അതാണ് 6. അപ്പോൾ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ. ഇങ്ങനെയാണ് ഓർഡറിൽ എഴുതേണ്ടത്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. പാസേജ് വായിച്ചിട്ട് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ധ്യാൻ ചന്ദ് ഈസ് വൺ ഓഫ് ഇന്ത്യാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യാസിൽ ഐ സ്മോൾ ലെറ്ററാണ്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഐ ആക്കുക. ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലേയേഴ്സ്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ എഴുതാണ് വേണ്ടത്. ചന്ദ് ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ ഹിസ് അച്ചീവ്മെൻറ്റ്സ് ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഓൺ അല്ല, ഇന്ത്യയാണ്. ഇൻ ദ ഒളിമ്പിക്സിൽ. ഹി ഹെൽപ്ഡ് ഹെർ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ധ്യാൻ ചന്ദ് എന്ന് പറഞ്ഞാൽ പെണ്ണാണോ? അല്ല, ആണാണ്. അപ്പം ആണുങ്ങളാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ബോയ് ആണെങ്കിൽ ഹിസ്, ഹെർ അല്ല ഹിസ്. ഹിസ് ടീം അല്ലേ? പ്രോനൗൺ ആണ്. സെക്യൂർ ഗോൾഡ് മെഡൽ ഇൻ എ എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ദ ഇൻ ദ ഇയേഴ്സ് ഡ്യൂറിങ് ഹിസ് ടൈം ആൻഡ് ഇന്ത്യ വാസ് ദ ഡൊമിനൻറ്റ് വെരി എന്നാണ് തന്നിരിക്കുന്നത്. തല തിരിച്ചാണ് എഴുതുന്നത്. വെരി ഡൊമിനൻറ്റ് വേർഡ് ഓർഡർ മിസ്റ്റേക്കാണ് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.